സിഗ്മ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ. ഇതാണല്ലോ ഫസ്റ്റ് n നമ്പറിന്റെ സ്ക്വയറിന്റെ സം എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇപ്പൊ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ഫസ്റ്റ് 100 നമ്പേഴ്സിന്റെ മീനും വേരിയൻസും കണ്ടുപിടിക്കുക. ഫസ്റ്റ് 100 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1 2 3 എക്സെട്ര 100. അപ്പൊ ഈ റിസൾട്ട് അറിയാമെങ്കിൽ അതിന്റെ മീൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഹായ് ലേണേഴ്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്സോട് ബന്ധപ്പെട്ട കുറച്ച് MCQ ക്വസ്റ്റ്യൻസ്, നമ്മൾ പി എസ് സിയുടെ സ്റ്റാറ്റിസ്റ്റിക്സോട് ബന്ധപ്പെട്ട സിലബസുമായിട്ട് ബന്ധപ്പെട്ട് PSC പോലുള്ള എക്സാമൊക്കെ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ്, റിസർച്ച് ഓഫീസർ, റിസർച്ച് അസിസ്റ്റൻറ്റ്, ഇങ്ങനെ സ്റ്റാറ്റ് സിലബസിൽ വരുന്ന എക്സാമുകൾക്ക് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള PSCയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്, ഇഫ് അരിത്തമെറ്റിക് മീൻ ഓഫ് 2 നമ്പേഴ്സ് ഈസ് 12.5 ആൻഡ് ജോമെട്രിക് മീൻ ഈസ് 10 ദെൻ ദി നമ്പേഴ്സ് ആർ. റിലേറ്റീവ്ലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് എന്താണ് അരിത്തമെറ്റിക് മീൻ എന്നും എന്താണ് ജോമെട്രിക് മീൻ എന്നും ഡയറക്റ്റ് അതിൻ്റെ ഫോർമുല അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യാവുന്നേ ഉള്ളൂ, ആൻസർ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. എന്തോ പറഞ്ഞേക്കുന്നത്, 2 നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 2 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്പേഴ്സിന് നമുക്ക് എങ്ങനെ എടുക്കാം? സ്മാൾ a, ബി എന്നെടുക്കാം, സ്മാൾ a, ബി എന്നെടുക്കാം. ആ രണ്ട് നമ്പറിന്റെ എന്താ പറഞ്ഞേക്കുന്നത്, അരിത്തമെറ്റിക് മീനും തന്നിട്ടുണ്ട്, അതിന്റെ ജോമെട്രിക് മീനും തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് നമ്പേഴ്സിന്റെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് സം a + b/2 ആണല്ലോ. ആ രണ്ട് നമ്പറും കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിന്റെ വാല്യൂ എത്ര എന്നാ പറഞ്ഞേക്കുന്നത്? 12.5 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതവിടെ നിൽക്കട്ടെ. ഇനി ജോമെട്രിക് മീൻ, രണ്ട് നമ്പറിന്റെ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് a × b റേസ് ടു എന്ത് 1/2. രണ്ട് നമ്പേഴ്സ്. അപ്പോൾ n നമ്പേഴ്സ് ആണെങ്കിൽ a1 × a2 × എക്സെട്ര an × റേസ് ടു 1/n എടുക്കണം. ഇവിടെ രണ്ട് നമ്പേഴ്സ് ആയതുകൊണ്ട് ab റേസ് ടു എന്ത് 1/2. ab റേസ് ടു 1/2 നമ്മൾ എങ്ങനെ എഴുതാം? √ab അല്ലെ. ab റേസ് ടു 1/2 ആണ് ആര്? √ab. അപ്പോൾ √ab വാല്യൂ എത്ര എന്നാ പറഞ്ഞേക്കുന്നത്? 10 എന്നാ പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ a + b/2 12.5 √ab എന്ന് വെച്ചാൽ എത്ര? 10. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എയും ബിയും ചൂസ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ a + b/2 12.5 ആണെങ്കിൽ നമുക്ക് a + b എങ്ങനെ എഴുതാം? a + b = 2 അങ്ങ് അപ്പുറത്ത് വരുമ്പോൾ 12.5 × 2 എത്ര ആയിട്ട് മാറും? 25 ആയിട്ട് മാറും. അതുപോലെ √ab സ്ക്വയർ എടുക്കുമ്പോൾ ab = എന്തായിട്ട് മാറും? ab = 10ന്റെ സ്ക്വയർ 100. ഓക്കെ, അപ്പോൾ രണ്ട് നമ്പറിന്റെ സം 25 ആകണം. അതിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്തും കിട്ടണം? 100 കിട്ടണം. അതായിരിക്കണം നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ, ഓപ്ഷൻ നോക്കുവാണെങ്കിൽ സം എടുക്കുമ്പോൾ 25ഉം പ്രോഡക്റ്റ് 100ഉം വരുന്ന നമ്പറുകൾ ആരൊക്കെയായിരിക്കും? 20 and 5. 20 and 5 ആയിരിക്കും നമ്പേഴ്സ്. 20 + 5 എടുക്കുമ്പോൾ നമുക്ക് 25 കിട്ടും. 20 × 5 എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഏതായിരിക്കും? 20,5 ആയിരിക്കും എന്ത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്ഷൻ അല്ലാതെ നമുക്ക് ഇതിപ്പോൾ വളരെ സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പാടുള്ള വേറെയും നമുക്ക് അവിടെ ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ സം എടുക്കുമ്പോൾ 25 ഒക്കെ വരുന്ന വേറെ ഓപ്ഷൻ സാറ്റിസ്ഫൈ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി മാറ്റണം. ബി നമുക്ക് എങ്ങനെ എഴുതാം? 25 - a എന്ന് എഴുതാം. അപ്പോൾ a × 25 - a = 100 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ ചില കേസുകളിൽ നമുക്ക് ആ റിസൾട്ട് അപ്ലൈ ചെയ്ത് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ചിലപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കില്ല, നമുക്ക് റാഷണൽ നമ്പറോ അല്ലെങ്കിൽ ഇറാഷണൽ ഫോമിൽ റൂട്ട് ഫോമിലൊക്കെ ആയിരിക്കും ഓപ്ഷൻ തരുന്നത് എങ്കിൽ നമ്മൾ ഈ ഒരു ഫോമിൽ തന്നെ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്ത് അതിൻ്റെ ആൻസർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എത്ര ആയിരിക്കും? 20,5. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഇൻ എ ബാച്ച് ഓഫ് 30 സ്റ്റുഡൻസ് 4 ഹാവ് ഫെയിൽഡ്. 13 സ്റ്റുഡൻസ് ഉണ്ട്, അതിനകത്ത് 4 പേര് എന്ത് ചെയ്തു? ഫെയിലായി. ദി മാർക്സ് ഓഫ് ദി സക്സസ്ഫുൾ സ്റ്റുഡൻസ് ആർ 41, 57, 38, 61, 36, 35, 71 and 50 and 40. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഡേറ്റയുടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? മീഡിയന്റെ വാല്യൂ വേണം എന്ത് ചെയ്യാൻ? കണ്ടുപിടിക്കുക. അതിന്റെ ഡേറ്റയുടെ എന്ത് കണ്ടുപിടിക്കണം? മീഡിയൻ എത്രയാണെന്ന് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാം? നമുക്ക് മീഡിയൻ എങ്ങനെ ചെയ്യാം? അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റയുടെ മീഡിയൻ എന്ന് വെച്ചാൽ എന്തുവാ? അതിൻ്റെ മിഡിൽ ഡേറ്റ. തന്നിരിക്കുന്ന ഡേറ്റ അസെൻഡിങ്ങോ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ കറക്റ്റ് മിഡിലിൽ വരുന്ന ഡേറ്റയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അതിൻ്റെ മീഡിയൻ ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയേ, 4 പേര്, ഇപ്പം മൊത്തം നമുക്ക് 13 പേരാ ഉള്ളത്. പക്ഷേ 13 ഒബ്സർവേഷൻ അവിടെ തന്നിട്ടില്ല. 1 2 3 4 5 6 7 8 9 9 പേരുടെ മാർക്കേ നമുക്ക് തന്നിട്ടുള്ളൂ. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, 4 പേര് എന്തായി? ഫെയിൽഡ് ആയി. അപ്പോൾ 4 പേര് ഫെയിൽഡ് ആയി എന്ന് പറയുമ്പോൾ 1 2 3 4 4 പൊസിഷൻ അവിടുത്തെ മാർക്ക് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? തന്നിട്ടില്ല. പകരം ബാക്കിയുള്ള നമ്പർ നമുക്ക് തന്നിട്ടുള്ളൂ. സക്സസ് ആയിട്ടുള്ള നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. ആരൊക്കെ സക്സസ് ആയിട്ടുള്ളത്? ഈ തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ ഫസ്റ്റ് ആരെഴുതാം? 35 ദെൻ 36 35 36 then
38 കഴിഞ്ഞാൽ 41 ഇവിടെ 40 ഉണ്ട് 40 then 41 then 50 then 57 then 61 and 71 ഇതായിരിക്കും ആ ഡേറ്റയുടെ എന്തെന്ന് പറയുന്നത് അസെൻഡിങ് ഓർഡറിൽ ആ നമ്പറുകളെ അറേഞ്ച് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ കറക്റ്റ് മിഡിലിൽ വരുന്ന നമ്പർ ആയിരിക്കും ആരെന്ന് പറയുന്നത് നമ്മൾ ആ തന്നിരിക്കുന്ന ഡേറ്റയുടെ മീഡിയൻ എന്ന് പറയുന്നത്. ഇവിടെ 4 ഡേറ്റ മിസ്സിംഗ് ആണ്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ആ ഡേറ്റ മിസ്സിംഗ് ആണെന്നുള്ളത് നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാനുള്ളതിനകത്ത് നമുക്ക് എന്തില്ല, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇല്ല. കാര്യം നമ്മൾ പൊസിഷൻ വെച്ചാൽ നമ്മൾ എന്ത് പറയുന്നത്, മീഡിയൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ മാത്രം മതി. അപ്പോൾ എന്തായാലും നമുക്കറിയാം ഫെയിൽ ആയവരുടെ മാർക്ക് എന്തിന് താഴെ ആയിരിക്കും, 35 താഴെ ആയിരിക്കും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡേറ്റയുടെ വാല്യൂസിന് ഇമ്പോർട്ടൻസ് ഇല്ല, അതിന്റെ പൊസിഷൻ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഈ പൊസിഷൻ വെച്ച് നമ്മൾ നോക്കുമ്പോൾ മൊത്തം 13 ഒബ്സർവേഷൻ ഉണ്ട്. 13 ഒബ്സർവേഷൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഓഡ് ആണെങ്കിൽ നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്, n+1/2 ഒബ്സർവേഷൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, അതിന്റെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ 13 + 1 14 പേരുടെ എത്ര കിട്ടും, 7th ഡേറ്റ. അപ്പോൾ ഈ തന്നിരിക്കുന്നതിനകത്ത് 7th ഒബ്സർവേഷൻ ആയിരിക്കും ആരെന്ന് പറയുന്നത്, നമ്മളുടെ ഡേറ്റയുടെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ 1 2 3 4 5 6 7 ആരായിരിക്കും ഡേറ്റ, അതിന്റെ മീഡിയൻ ആരായിരിക്കും, 38 ആയിരിക്കും തന്നിരിക്കുന്ന ഡേറ്റയുടെ എന്ത് മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈവൻ ആണെങ്കിൽ നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്, n/2 n/2 പ്ലസ് ഫസ്റ്റ് ഡേറ്റ നമ്മൾ ആഡ് ചെയ്യണം. അതിന്റെ എന്തെടുക്കണം, അരിത്തമെറ്റിക് മീൻ എടുക്കണം. ഓക്കെ, അതൊക്കെ നമ്മൾ മീഡിയന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈവൻ ആവുന്ന കേസിലും നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഓഡ് ആവുന്ന കേസിലും നമ്മൾ ഈ രീതിക്ക് വേണം എന്ത് കണ്ടുപിടിക്കാൻ, ആ തന്നിരിക്കുന്ന ഡേറ്റയുടെ മീഡിയൻ കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ആൻസർ 38 എന്ന് കിട്ടും. 38 ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് ഇപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ. ഫസ്റ്റ് n നാച്ചുറൽ നമ്പറിന്റെ മീനും വേരിയൻസും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തേക്കുന്നത്, പറഞ്ഞേക്കുന്നത് മീൻ ആൻഡ് വേരിയൻസ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചേക്കേണ്ട റിസൾട്ട് ആണ്. പക്ഷെ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറയാം. കാര്യം ഇത് നമുക്ക് ഏതൊരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാലും ഈ റിസൾട്ട് അവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ അരിത്തമെറ്റിക് മീനൊക്കെ പഠിക്കുന്ന സമയത്ത് n നമ്പർ ഓഫ് ഒബ്സർവേഷൻ്റെ അരിത്തമെറ്റിക് മീനും അതിൻ്റെ വേരിയൻസും കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ കാണാതെ പഠിച്ച് വെച്ചേക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമുക്ക് അതിൻ്റെ ആൻസർ പറയാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്കത് എങ്ങനെ കിട്ടുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി പോവാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 1 2 3 etc. n. ഓക്കെ, മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, മീൻ ഈക്വൽ ടു നമുക്കറിയാം സം ബൈ നമ്പേഴ്സ് ആണല്ലോ. സം ബൈ നമ്പേഴ്സ്. സം എന്ന് പറയുമ്പോൾ 1 + 2 + 3 + etc. + n ബൈ എത്ര നമ്പേഴ്സ് ഉണ്ട്, n നമ്പേഴ്സ് അല്ലേ, ഡിവൈഡ് ബൈ n. ഓക്കെ, നമ്മൾ ജോമെട്രിക് പ്രോഗ്രഷനും അരിത്തമെറ്റിക് പ്രോഗ്രഷനും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് n നാച്ചുറൽ നമ്പറിന്റെ സം എന്ന് പറയുന്നത് n × n+1 ഓൾ ഡിവൈഡ് ബൈ 2 ആ അല്ലെ. n × n+1 ഫസ്റ്റ് n നാച്ചുറൽ നമ്പറിന്റെ സം എന്ന് പറയുന്നത് n × n+1/2 ആ. അപ്പോൾ ഡിവൈഡ് ബൈ എന്തും കൂടെ ഉണ്ട്, ആ ഡിവൈഡ് ബൈ ഈ തന്നിരിക്കുന്ന n കൂടെ ഉണ്ട്. അപ്പോൾ ഈ n ഉം ക്യാൻസൽ ആയി പോകുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, n+1/2 എന്ന് കിട്ടും. അപ്പോൾ ആ തന്നിരിക്കുന്ന ഡേറ്റയുടെ അരിത്തമെറ്റിക് മീൻ എത്ര ആയിരിക്കും, n+1/2. n+1/2 എന്ന് പറയുമ്പോൾ ഇവിടെ n+1/2 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനും ഉണ്ട്, ഈ ഓപ്ഷനും. അപ്പോൾ അത് നോക്കി നമുക്കൊരു ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റില്ല. മീൻ മാത്രം നോക്കി നമുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇനി നമ്മൾ എന്തും കൂടെ നോക്കണം, ആ തന്നിരിക്കുന്ന ഡേറ്റയുടെ എന്തും കൂടെ കണ്ടുപിടിക്കണം, വേരിയൻസും കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. ഇപ്പം നമുക്ക് കിട്ടിയ റിസൾട്ട് എന്തുവാ, n നമ്പറുകൾ n കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ, ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് n+1 എന്തായിരിക്കും, 2 ആയിരിക്കും. അപ്പോൾ 1 2 3 etc. 10 ഈ 10 നമ്പറിൻ്റെ അരിത്തമെറ്റിക് മീൻ എത്ര ആയിരിക്കും, 10+1 11/2 എത്ര കിട്ടും, 5.5 കിട്ടും. ഓക്കെ, 5.5 കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി എന്തോ കണ്ടുപിടിക്കേണ്ട, വേരിയൻസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വേരിയൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് x² മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ സിഗ്മ x²കളുടെ സമ്മിനകത്ത് നിന്ന് എന്ത് ചെയ്താൽ മതി, എക്സ് ബാറിന്റെ സ്ക്വയർ എന്ത് ചെയ്താൽ മതി, കുറച്ചാൽ മതി. ഇതാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, നമ്മളെ വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള നമ്മളെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. അപ്പോൾ ആ റിസൾട്ട് യൂസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇതിന്റെ വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ വേരിയൻസ് നമുക്ക് ചെയ്യുന്ന സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്തോ കിട്ടിയിരിക്കുന്നത്, അരിത്തമെറ്റിക് മീൻ എന്ത് കിട്ടി, അരിത്തമെറ്റിക് മീൻ എന്നുള്ളത് നമുക്ക് n+1/2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കാൻ, വേരിയൻസ് ഓഫ് ദി ഡേറ്റ എന്ന് പറയുന്നത്, വേരിയൻസ് ഓഫ് ദി ഡേറ്റ എക്സ് എന്ന് പറയുന്നത് നമുക്ക് സിഗ്മ x²കളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി, എക്സ് ബാറിന്റെ സ്ക്വയർ സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, സിഗ്മ x² 1/n ഉണ്ട്, 1/n × സിഗ്മ x² മൈനസ്
എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് സിഗ്മ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എൻ സ്ക്വയർ. ഇതാണല്ലോ ഫസ്റ്റ് എൻ നമ്പറിന്റെ സ്ക്വയറിന്റെ സം എന്ന് പറയുന്നത്. അതിനും നമ്മൾ ഡയറക്റ്റ് ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്തുവായിരുന്നു? ഫസ്റ്റ് എൻ നമ്പറിന്റെ സ്ക്വയറിന്റെ സം എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഓൾ ഡിവൈഡ് ബൈ ആര്? 6. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഓൾ ഡിവൈഡ് ബൈ 6. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓൾ ഡിവൈഡ് ബൈ എന്തും കൂടെ ഉണ്ട്? എന്നും കൂടെ ഉണ്ട്. അപ്പോൾ ആ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ഈ എന്നും എന്നും ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഈ പാർട്ട് എന്തെന്ന് കിട്ടും? ഈ തന്നിരിക്കുന്ന പാർട്ട് എന്തെന്ന് കിട്ടും? n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6. ഓക്കെ, മൈനസ് എക്സ് ബാറിന്റെ സ്ക്വയർ. എക്സ് ബാറിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ n പ്ലസ് 1 ബൈ 2 ദി ഹോൾ സ്ക്വയർ അല്ലെ? n പ്ലസ് 1 ബൈ 2 ദി ഹോൾ സ്ക്വയർ. ഈ തന്നിരിക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പോൾ ഈ തന്നിരിക്കുന്നതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാ ഇവിടെയും n പ്ലസ് 1 6നെ നമുക്ക് 2 ഇൻറ്റു 3 എന്ന് എഴുതാം. ഇവിടെയും ദാ n പ്ലസ് 1 ബൈ 2 ഉണ്ട്. രണ്ടെണ്ണം നമുക്ക് ആരെ കോമൺ എടുക്കാം? n പ്ലസ് 1 ബൈ 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദാ 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 മൈനസ് n പ്ലസ് 1 ബൈ 2 എന്ന് കിട്ടത്തില്ലേ? ഇവിടെ സ്ക്വയർ, ആ സ്ക്വയറിൽ നിന്ന് ഒരു n പ്ലസ് 1 ഇങ്ങ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? 2n പ്ലസ് 1 ബൈ 3 മൈനസ് n പ്ലസ് 1 ബൈ എന്തെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ n പ്ലസ് 1 ബൈ 2 ഇൻറ്റു 3 ഇൻറ്റു 2 6. 6 അപ്പോൺ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4n പ്ലസ് 4n പ്ലസ് 2 മൈനസ് 3n മൈനസ് 3 എന്ന് കിട്ടും. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4n നിന്ന് 3n പോയാൽ n, 2 നിന്ന് മൈനസ് 3 പോയാൽ -1. അപ്പോൾ n പ്ലസ് 1 ബൈ 2 ഇൻറ്റു n മൈനസ് 1 ബൈ 6 എന്ന് കിട്ടും. അപ്പോൾ n പ്ലസ് 1 ഇൻറ്റു n മൈനസ് 1 എന്തുവാ? a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ n പ്ലസ് 1 ഇൻറ്റു n മൈനസ് 1 എന്നുള്ളത് n സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടും. 2 ഇൻറ്റു 6 12 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡേറ്റയുടെ ഫസ്റ്റ് n നമ്പറുകളുടെ വേരിയൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ n സ്ക്വയർ മൈനസ് 1 ബൈ എന്തായിരിക്കും? 12 ആയിരിക്കും. മീൻ എന്ന് പറയുന്നത് n പ്ലസ് 1 ബൈ എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ആ രണ്ട് റിസൾട്ടും ഇപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ ഇത്രയും സമയം എടുത്തു, പക്ഷേ ഇത് രണ്ടും നമുക്ക് റിസൾട്ടായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുന്ന ഒരാൾക്ക് നമുക്കിപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഫസ്റ്റ് 100 നമ്പേഴ്സിൻ്റെ മീനും വേരിയൻസും കണ്ടുപിടിക്കുക. ഫസ്റ്റ് 100 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1 2 3 എക്സെട്ര 100. അപ്പോൾ ഈ റിസൾട്ട് അറിയാമെങ്കിൽ അതിൻ്റെ മീൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 100 പ്ലസ് 1 ബൈ 2, അതായത് 101 ബൈ 2 എത്ര കിട്ടും? 50.5 എന്ന് കിട്ടും. ഇനി അതിൻ്റെ വേരിയൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ റിസൾട്ട് എന്താ? n സ്ക്വയർ മൈനസ് 1 എത്ര കിട്ടും? 100ന്റെ സ്ക്വയർ മൈനസ് 1 ബൈ 12. ഇതായിരിക്കും അതിൻ്റെ എന്ത്? വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റിസൾട്ട് അങ്ങ് ഓർത്ത് വെച്ചേക്കണം. ഇത്രയും ഡെറിവേഷൻ അങ്ങ് പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ റിസൾട്ട് വന്നതുകൊണ്ട് ജസ്റ്റ് ഇത്രയും എന്ത് ചെയ്യുന്നേ ഉള്ളൂ, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ഫോർത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? Let the numbers 150, 148, 146 etc. be in AP. അപ്പോൾ കുറച്ച് ഡേറ്റ തന്നിട്ടുണ്ട്. ആ ഡേറ്റ എന്തിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്? അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ആണല്ലോ, ഡേറ്റ എന്തിലാണ്? അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്. ഇഫ് ദി ആവറേജ് ഓഫ് ദി സീരീസ് ഈസ് 125, ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 125 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? ദെൻ ഫൈൻഡ് ദി ടോട്ടൽ നമ്പേഴ്സ് ഇൻ ദി സീരീസ്. ആ സീരീസിനകത്ത് എത്ര നമ്പേഴ്സ്? നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്സിലെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്ന കൺസെപ്റ്റും നമ്മളെ ജോമെട്രിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ സം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്തേക്കുക? ആ രണ്ട് കൺസെപ്റ്റും കൂടെ ലിങ്ക് ചെയ്തുള്ളൊരു ക്വസ്റ്റൻ ആയി ചോദിച്ചേക്കുന്നത് അല്ലേ? ഇവിടെ നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യം എന്തുവാ? നമുക്കൊരു തന്നിരിക്കുന്ന ടൈം ഇപ്പം A1 A2 A3 എക്സെട്ര AN എന്ന് പറയുന്ന ഒരു n നമ്പേഴ്സ് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സം SN എന്ന് പറയുന്നത് n/2 ഇൻറ്റു 2A1. ഫസ്റ്റ് 2A1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു എന്തായിരിക്കും? D ആയിരിക്കും. ഇതാണ് ഒരു തന്നിരിക്കുന്ന എന്തിൻ്റെ ഒരു തന്നിരിക്കുന്ന ടേമുകൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് n ടേമുകളുടെ സം എന്ന് പറയുന്നത് n/2 ഇൻറ്റു 2A1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു D ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടൈം 150. അപ്പോൾ എയുടെ വാല്യൂ 150 എന്ന് കിട്ടും. ഇവിടെ രണ്ട് വിധം കുറഞ്ഞാൽ പോകുന്നത്. അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ഇവിടെ 180 2 കുറയുമ്പോൾ 148, വീണ്ടും 2 കുറയുമ്പോൾ 146. അപ്പോൾ ഡിയുടെ വാല്യൂ എത്ര ആയിരിക്കും? ഡിയുടെ വാല്യൂ -2 ആയിരിക്കും. ആണല്ലോ, എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അത് നമ്മൾ എന്തെന്ന് എടുത്തേ പറ്റത്തുള്ളൂ? n എന്ന് എടുത്തേ പറ്റത്തുള്ളൂ. ഇനി പറഞ്ഞേക്കുന്നത് എന്തുവാ? ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്, ഈ തന്നിരിക്കുന്നതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 125 ആണ്. ആവറേജ് എന്ന് പറയുമ്പോൾ അവിടെ n നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? n കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ n-ഉം എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. അപ്പോൾ ബാക്കി എന്ത് മാത്രം കിട്ടും? ബാക്കി ടൈം എന്ത് കിട്ടും? 2 ഇൻറ്റു A1 A എന്ന് വിളിക്കുകയാണെങ്കിൽ 2A പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡിയുടെ വാല്യൂ -2 ഓൾ ഡിവൈഡ് ബൈ ആരുണ്ട്? ഓൾ ഡിവൈഡ് ബൈ ഒരു
2 ഉണ്ട് അല്ലേ, n/2 അല്ലേ, ഓൾ ഡിവൈഡ് ബൈ 2 എന്നുള്ളത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്, ആ തന്നിരിക്കുന്നതിൻ്റെ ആവറേജ് നമുക്ക് എത്ര എന്നാണ് പറഞ്ഞേക്കുന്നത്, 125 എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും, നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്നിൻ്റെ വാല്യൂ, ഈ തന്നിരിക്കുന്നതിനകത്ത് എത്ര n ഉണ്ടെന്നല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 2 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ 125 × 2 250 ആയിട്ട് മാറും. അപ്പോൾ 2 × a ഫസ്റ്റ് ഡേ മാറാം 150, അപ്പോൾ 2 × 150 300 പ്ലസ് n-1 × -2 എന്നുള്ളത് നമുക്ക് 250 എന്ന് കിട്ടും. ഓക്കെ, 300 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ 250 - 300 -50, അപ്പോൾ n-1 × -2 എന്നുള്ളത് -50 എന്ന് കിട്ടും. മൈനസും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ n-1 എന്നുള്ളത് നമുക്ക് 50/2 25 എന്ന് കിട്ടും. ദാറ്റ് ഈസ് n ഈക്വൽ നമുക്ക് എന്തെന്ന് എഴുതാം, -1 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ 1 + 25 26. ഓക്കെ, n ഈക്വൽ ടു 26 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആ തന്നിരിക്കുന്നതിനനുസരിച്ച് ഇവിടെ എത്ര ഈ തന്നിരിക്കുന്ന സീക്വൻസ് അതിനകത്ത് എത്ര ടൈംസ് കാണും, 26 ടൈംസ് കാണും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ, സാധാരണ ഒരു സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ മാത്രമല്ല, നമ്മളെ മാത്സിലെ നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോട് അറിയാമെങ്കിൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ റിസൾട്ട് അത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ ആൻസർ 26 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 5 എന്താ പറഞ്ഞിരിക്കുന്നത്, 2 റാൻഡം വേരിയബിൾസ് ഹാവ് ദി ലീസ്റ്റ് സ്ക്വയർ റിഗ്രഷൻ ലൈൻ 3x + 2y = 26. ഓക്കെ, ഒരു റിഗ്രഷൻ ലൈൻ ഫസ്റ്റ് റിഗ്രഷൻ ലൈൻ എന്തോ പറഞ്ഞേക്കുന്നത് 2x + 2y 26ഉം സെക്കൻഡ് റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത് 6x + y = 31. എന്തോ കണ്ടുപിടിക്കേണ്ടത്, ദി കോഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ x ആൻഡ് y, എക്സിനും വൈക്കും ഇടയ്ക്കുള്ള കോറിലേഷൻ കോഷ്യന്റെ വാല്യൂ എത്രയാണെന്ന് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇപ്പം a1x + b1y = c1 ഫസ്റ്റ് റിഗ്രഷൻ ലൈനും a2x + b2y = c2 എന്ന് പറയുന്ന സെക്കൻഡ് റിഗ്രഷൻ ലൈനും ആണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇതിനെ ഫസ്റ്റ് ലൈനെ y = സം mx + b ഫോമിലും രണ്ടാമത്തെ x = സം dx + സം ഈ ഫോമിലും, ഈ രണ്ട് ഫോമിൽ എഴുതുമ്പോൾ ഈ വരുന്ന എമ്മും ഡി എ നമ്മൾ വിളിക്കുന്ന പേരാണ് കോറിലേഷൻ അല്ല എന്തെന്ന് വിളിക്കും, നമ്മൾ റിഗ്രഷൻ കോഷ്യന്റ് ഓഫ് എക്സ് ഓൺ വൈയും റിഗ്രഷൻ കോഷ്യന്റ് ഓഫ് വൈ ഓൺ എക്സും bxy-യും by-x-ഉം. ഇത് നമ്മൾ റിഗ്രഷൻ പഠിക്കുന്ന സമയത്ത് കോറിലേഷൻ കോഷ്യന്റ് റിഗ്രഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ക്ലാസ് നമ്മളെ കോഴ്സിൽ ആ ക്ലാസ് അവൈലബിൾ ആണ്. ആ ക്ലാസ് കണ്ട് ആ തിയറി മനസ്സിലാക്കി എടുക്കാനായിട്ട് നോക്കണം. അപ്പോൾ bxy-യും by-x-ഉം അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ bxy-യും by-x നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കോറിലേഷൻ കോഷ്യന്റെ വാല്യൂ 6 എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് bxy ഇൻറ്റു എന്തായിരിക്കും by-x ആയിരിക്കും. ഇതാണ് കോറിലേഷൻ കോഷ്യന്റും റിഗ്രഷൻ കോഷ്യന്റും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ തന്നേക്കുന്ന 3x + 2y = 26. അപ്പോൾ നമുക്കതിന് 2y = എന്തെന്ന് എഴുതാം, 2y = 3x അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ -26 + 3x + 26 എന്ന് എഴുതാം. അപ്പോൾ y = 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -3/2x + 13 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിഗ്രഷൻ കോഷ്യന്റ് ഓൺ y ഓൺ x എന്നുള്ളത് നമുക്ക് എത്ര എന്ന് കിട്ടും, -3/2 എന്ന് കിട്ടും. അപ്പോൾ by-x-ന്റെ വാല്യൂ -3/2 എന്ന് കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്ത് നമ്മൾ by-x കണ്ടുപിടിച്ചു. രണ്ടാമത് എന്തോ പറഞ്ഞിരിക്കുന്നത് 6x + y = 31 അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെ എഴുതുന്നത്, ഫസ്റ്റ് നമ്മൾ y = എന്നാണ് എഴുതേണ്ടത്, രണ്ടാമത്തെ നമ്മൾ x = എന്ന് പറഞ്ഞാൽ എഴുതേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് 6x = നമുക്ക് എന്തെന്ന് എഴുതാം, -y + 31 എന്ന് എഴുതാം. 6 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ x = -1/6y + 31/6 എന്ന് എഴുതാം. അപ്പോൾ അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വൈയുടെ കോഷ്യൻ എന്തോ വന്നേക്കുന്നത് -1/6 ആ വന്നേക്കുന്നത്. വൈയുടെ കോഷ്യന് -1/6 ആ വന്നേക്കുന്നത്. ദെർഫോർ bxy എന്നുള്ളത് എത്ര കിട്ടും, -1/6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ by-x എന്നുള്ളത് -3/2ഉം bxy എന്നുള്ളത് -1/6. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന റിലേഷനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് r-ന്റെ വാല്യൂ എന്തെന്ന് കിട്ടും, r = സ്ക്വയർ റൂട്ട് ഓഫ് -3/2 ഇൻറ്റു -1/6 അല്ലേ. അപ്പോൾ മൈനസും ക്യാൻസൽ ചെയ്യാം. ബാക്കി 3ഉം 6ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 1/2 എന്ന് കിട്ടും. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1/2 × 1/2 എത്ര കിട്ടും, 1/4 എന്ന് കിട്ടും അല്ലേ. സ്ക്വയർ റൂട്ട് ഓഫ് 1/4 എത്ര, സ്ക്വയർ റൂട്ട് ഓഫ് 1/4 +or -1/2 അല്ലേ, +or -1/2. കാര്യം പ്ലസ് ഒരു നമ്പർ എടുക്കുമ്പോൾ അതിന് പോസിറ്റീവ് സ്ക്വയർ റൂട്ടും കാണും നെഗറ്റീവ് സ്ക്വയർ റൂട്ടും കാണും. അപ്പോൾ ആ രണ്ട് ഓപ്ഷൻ എന്താ ഇവിടെ ഉണ്ട് അല്ലേ.
ഓക്കെ, അവിടെ ആൻസർ മാർക്ക് ചെയ്ത പേജിലായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ ഇതാ രണ്ട് ഓപ്ഷൻ 0.5 ഉണ്ട് -0.5 ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏതാ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? -0.5 ആണ് കറക്റ്റ് ആൻസർ. കാര്യം BXYയും BYXും നെഗറ്റീവ് ആണെങ്കിൽ R എന്തായിരിക്കും? R നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ഓർത്ത് വെച്ചേക്കേണ്ട കാര്യം, നമ്മൾ തന്നിരിക്കുന്ന റിഗ്രഷൻ ലൈൻ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിഗ്രഷൻ കോഷ്യന്റ് ഓഫ് എക്സ് ഓൺ വൈയും റിഗ്രഷൻ കോഷ്യന്റ് ഓഫ് വൈ ഓൺ എക്സും നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ആറിൻ്റെ വാല്യൂ നമ്മൾ എന്താക്കി വേണം എടുക്കാൻ? നെഗറ്റീവായിട്ട് വേണം. അവിടെ നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും ആ എക്സിനും വൈക്കും ഇടയ്ക്കുള്ളത്. എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ എന്തുമായിരിക്കും ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ വൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ് എന്തുമായിരിക്കും? ഡിക്രീസ് ചെയ്യുമായിരിക്കും. അപ്പോൾ അവിടെ നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും എക്സ് എന്ന് പറയുന്ന ടേമും വൈ എന്ന് പറയുന്ന ടേമും തമ്മിൽ എന്ത് ചെയ്യുന്നത്? എക്സിസ്റ്റ് ചെയ്യുന്നത്. അടുത്ത BXYയും BYXും രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ, രണ്ട് വാല്യൂം പോസിറ്റീവ് ആണെങ്കിൽ ആറിനെ നമ്മൾ എന്താക്കി ചൂസ് ചെയ്യണം? ആറിനെ പോസിറ്റീവ് വാല്യൂ ആയിട്ട് എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം. ഓക്കെ, ആറിനെ പോസിറ്റീവ് ആയിട്ട് ചൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതാ രണ്ടും നെഗറ്റീവാ അല്ലേ? ദാ BXY എന്നുള്ളത് ദാ -1/6ഉം BYX എന്നുള്ളത് -3/2 ആ കിട്ടിയേക്കുന്നത്. അപ്പോൾ രണ്ടും നെഗറ്റീവ് വാല്യൂസാണ്. അപ്പോൾ അതെന്തായാലും നമുക്ക് ആറിനെ നമുക്ക് എന്താക്കി ചൂസ് ചെയ്യാൻ പറ്റൂ? നെഗറ്റീവ് ആക്കി ചൂസ് ചെയ്യാൻ പറ്റൂ. ദെർഫോർ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കും? -0.5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 5 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയല്ലോ. അപ്പോൾ കുറേ തിയറി പാർട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ റിസൾട്ടുകളെല്ലാം ഇന്ന് തന്നെ എന്ത് ചെയ്യുക? നല്ല രീതിക്ക് അത് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? P of A = 1/3 and P of B = 1/4. P of A intersection B = 1/5. Then P of A complement given B complement. നമ്മളെ ഏത് തിയറി? നമ്മളെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അവിടെ നമുക്ക് ഈ A കോംപ്ലിമെന്റും B കോംപ്ലിമെന്റും ഒക്കെ വരുന്നത് കൊണ്ട് അവിടെ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ P of A ഉണ്ട്, P of B ഉണ്ട്, P of A intersection B ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? P of A കോംപ്ലിമെന്റ് ഗീവൺ B കോംപ്ലിമെന്റ് വേണം കണ്ടുപിടിക്കാൻ ആണല്ലോ. അപ്പോൾ അതിനെ നമുക്ക് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെഫിനിഷൻ എന്തുവായിരുന്നു? P of A ഗീവൺ B എന്നുള്ളത് P of A ഇന്റർസെക്ഷൻ B ബൈ എന്തുവാ? P of B അല്ലേ? ഇതല്ലേ നമ്മളെ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ? P of A ഗീവൺ B എന്നുള്ളത് P of A ഇന്റർസെക്ഷൻ B ബൈ P of B ആണല്ലോ. അപ്പോൾ P of A കോംപ്ലിമെന്റ് ഗീവൺ B കോംപ്ലിമെന്റ് നമുക്ക് എങ്ങനെ എഴുതാം? P of A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് ഡിവൈഡഡ് ബൈ P of B കോംപ്ലിമെന്റ് എന്ന് എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മളെ സെറ്റ് തിയറിയിലും അല്ലെങ്കിൽ പ്രോബബിലിറ്റിയുടെ കേസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. P of A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് A യൂണിയൻ B ദി ഓൾ കോംപ്ലിമെന്റ് ആണ്. നമ്മുടെ സെറ്റ് തിയറിയിലെ ഡി മോർഗൻസ് ലോ എന്ന് പറയും. എന്തോ റിസൾട്ട്? A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് A യൂണിയൻ B ദി ഓൾ കോംപ്ലിമെന്റ് ആണല്ലോ. അപ്പോൾ അത് വെച്ച് നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ P of A യൂണിയൻ B ദി ഓൾ കോംപ്ലിമെന്റ് ഡിവൈഡഡ് ബൈ P of B കോംപ്ലിമെന്റ് എന്ന് എഴുതാമല്ലോ. ഓക്കെ, P of A യൂണിയൻ B ദി ഓൾ കോംപ്ലിമെന്റ് ഡിവൈഡ് ബൈ P of B കോംപ്ലിമെന്റ് എന്ന് എഴുതാം. അപ്പോൾ P of A യൂണിയൻ, ഇനി കോംപ്ലിമെന്റ് റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. P of Aയുടെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1 - P of A അല്ലെ? 1 - P of A. അപ്പോൾ ആ റിസൾട്ട് യൂസ് ചെയ്ത് നമുക്ക് ന്യൂമറേറ്ററിനെ നമുക്ക് എങ്ങനെ എഴുതാം? P of A യൂണിയൻ B ദി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 - P of എന്തുമായിരിക്കും? A യൂണിയൻ B ആയിരിക്കും ഡിവൈഡഡ് ബൈ P of B കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - എന്തായിരിക്കും? P of B ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഈ ഒരു ഫോമിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? മാറ്റി. അപ്പോൾ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? P of A യൂണിയൻ B കണ്ടുപിടിക്കണം. P of A യൂണിയൻ B കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? P of A ഉണ്ട്, P of B ഉണ്ട്, P of A ഇന്റർസെക്ഷൻ B ഉണ്ട്. അപ്പോൾ നമുക്ക് P of A യൂണിയൻ B എങ്ങനെ കണ്ടുപിടിക്കാം? P of A യൂണിയൻ B എന്ന് പറയുന്നത് നമ്മൾ അഡിറ്റീവ് ലോ അല്ലേ? അഡിറ്റിവിറ്റി ലോ നമുക്കറിയാം. അപ്പോൾ എന്തായിരിക്കും ആൻസർ? P of A പ്ലസ് P of B മൈനസ് P of A ഇന്റർസെക്ഷൻ B. നമ്മൾ അഡിഷൻ തിയറം എന്ന് പറയും. പ്രോബബിലിറ്റിയുടെ അഡിഷൻ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. P of A യൂണിയൻ B ഈക്വൽ ടു P of A പ്ലസ് P of B മൈനസ് P of A ഇന്റർസെക്ഷൻ B. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P of A യുടെ വാല്യൂ 1/3 ഓക്കെ, പ്ലസ് P of B യുടെ വാല്യൂ 1/4 മൈനസ് P of A ഇന്റർസെക്ഷൻ B യുടെ വാല്യൂ 1/5 ആണല്ലോ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 12 upon 7/12 minus 1/5. ഓക്കെ, 12 into 5 60. 35 minus 12. 35 minus 12 എത്ര കിട്ടും? 23 അല്ലേ? 23. അപ്പോൾ 23/60 എന്ന് കിട്ടും. അപ്പോൾ 1 - 23/60. അപ്പോൾ 1 - 23/60 അത് 1 - 23/60 ഡിവൈഡഡ് ബൈ P of B. P of B എത്ര ആയിരുന്നു? 1/4. അപ്പോൾ 1 - 1/4. 1 - 1/4. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 60 upon 60 minus 23 37 അല്ലേ? 37. ഓക്കെ, ഓൾ ഡിവൈഡ് ബൈ 3/4. ഓക്കെ, 3യും 60യും കൂടെ 4 അങ്ങ് മുകളിൽ പോകും. അപ്പോൾ 37 into 4
ഡിവൈഡ് ബൈ 60 into 3 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4ഉം ഇതും കൂടെ 15 into 3 45. അപ്പോൾ 37/45 ആയിരിക്കും എന്തെന്ന് പറയുന്നത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും ഇത്രയും സമയമൊന്നും എടുക്കരുത്. നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും കൺസെപ്റ്റുകൾ നമുക്ക് അറിയാമെങ്കിൽ വിത്തിൻ 1 minute നമ്മൾ ആ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുമ്പോഴാണ് നമുക്ക് സമയമാവുന്നത്. വിത്തിൻ മാക്സിമം ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റിസൾട്ടുകളെല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് കാൽക്കുലേഷൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ സ്പീഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്ത് ശീലിക്കണം. എങ്കിലേ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ സമയത്ത് നമ്മുടെ ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എത്രയും പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാവോ അത്രയും പെട്ടെന്ന് നമ്മൾ അത് സോൾവ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യനും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിൽ അത് നമുക്ക് ഈ ഒരു ടൈം സേവ് ചെയ്ത് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ 6 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഇൻ എ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ദി സെക്കൻഡ് മൊമെന്റ് എബൌട്ട് ദി ഒറിജിൻ ഈസ് 12. ഓക്കെ, ദെൻ ദി പാരാമീറ്റർ. ഒരു പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ ആ ഒരു പാരാമീറ്ററിന്റെ വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ട എന്തുവാ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തുവാ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവായിരുന്നു അതിന്റെ PDF പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്തുവായിരുന്നു? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ റൈസ് ടു എക്സ് ഇ റൈസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ. ഓക്കെ, വെയർ എക്സ് വേരീസ് ഫ്രം 0, 1, 2 എക്സെട്ര. ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മളൊരു പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനും അതിൻ്റെ മൊമെന്റുകളും എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ച സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ റോ മൊമെന്റും സെൻട്രൽ മൊമെന്റിൻ്റെയൊക്കെ റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തേക്കുന്നത്? ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ എന്തുവാ പറഞ്ഞേക്കുന്നത്? സെക്കൻഡ് മൊമെന്റ് എന്ന് വെച്ചാൽ എന്തുവാ? ദി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ. ഓക്കെ, എബൌട്ട് ദി ഒറിജിനാണ് പറഞ്ഞേക്കുന്നത്. എബൌട്ട് ദി ഒറിജിൻ എന്ന് പറയുമ്പോൾ ആർബിട്രറി ആയിട്ട് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? ഒരു വിത്ത് റെസ്പെക്ട് ടു സം എ എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് എ ദി ഹോൾ സ്ക്വയർ. ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് റോ മൊമെന്റ് എന്ന് പറയുന്നത് അല്ലെ. എക്സ് മൈനസ് എ ദി ഹോൾ സ്ക്വയർ ഇതിന്റെ വാല്യൂ ആയിരുന്നു നമ്മൾ സെക്കൻഡ് റോ മൊമെന്റ് ആയിട്ട്. ഇവിടെ നമുക്ക് എന്ത് പറയുന്നുണ്ട്? ഒറിജിൻ ആണെന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഒറിജിൻ എന്ന് പറയുമ്പോൾ ആ എയുടെ വാല്യൂ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിന്റെ ഡയറക്റ്റ് റിസൾട്ട് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? ലാംഡയ്ക്ക് ഈക്വലാ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡയ്ക്ക് ഈക്വലാ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ക്യൂബ് എന്ന് പറയുന്നത് ലാംഡ ക്യൂബ് പ്ലസ് 3 ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡയ്ക്ക് ഈക്വലാ. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഈ 3 വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം? പോയിസൺ ഡിസ്ട്രിബ്യൂഷനോട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. അങ്ങനെ പഠിച്ചു വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് ഈ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ അതാണ് നമുക്ക് എന്തെന്ന് പറഞ്ഞേക്കുന്നത്? 12 എന്ന് പറഞ്ഞേക്കുന്നത് അല്ലേ. അതിൻ്റെ വാല്യൂ 12 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം? ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡയെ നമുക്ക് എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം? 12 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം അല്ലേ. ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡയെ 12 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലാംഡ കോമൺ എടുക്കുമ്പോൾ ലാംഡ ഇൻറ്റു ലാംഡ പ്ലസ് 1 എത്ര കിട്ടും? 12 കിട്ടും. അപ്പോൾ അടുത്തുള്ള 2 നമ്പറിൻ്റെ പ്രോഡക്റ്റ് എത്ര വരണം? 12 വരണം അല്ലേ. ലാംഡയും ലാംഡ പ്ലസ് 1 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സാണ്. അപ്പോൾ അടുത്തുള്ള 2 നമ്പറിൻ്റെ പ്രോഡക്റ്റ് 12 വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 into 4 അല്ലേ 12? 3 into 4 ആണ് 12. therefore ലാംഡയുടെ വാല്യൂ എന്തായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി എന്ത് ചെയ്യണം? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. -b നമ്മുടെ ഡിസ്ക്രിമിനന്റ് ഫോം ആണ് -b പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡ് ബൈ 2a അപ്ലൈ ചെയ്ത് നമുക്ക് എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം? ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ആ ഒരു കേസിൽ ലാംഡയ്ക്ക് 2 വാല്യൂ കിട്ടും. അല്ലാതെ നെഗറ്റീവ് വാല്യൂ നമുക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാര്യം ഇവിടെ ഈ തന്നിരിക്കുന്ന ലാംഡ എന്ന് വെച്ചാൽ ആൾവേസ് എന്തുമായിരിക്കണം? പോസിറ്റീവ് നമ്പർ ആയിരിക്കണം. അത് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുന്ന സമയത്ത് പറയുന്നതാണ്. നമ്മൾ അതിൻ്റെ റേറ്റ് പാരാമീറ്റർ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമുക്ക് ഡയറക്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ലാംഡയുടെ വാല്യൂ 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മളിപ്പോൾ 7 ക്വസ്റ്റ്യൻ നമ്മുടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 7ഉം പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ കളക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇതേ ടോപ്പിക്കുകൾ നമുക്ക് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ടോപ്പിക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ ആയിരിക്കത്തില്ല എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തുവാ പഠിക്കേണ്ടത്? പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നല്ല കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ പ്രോപ്പർട്ടിയും അതിൻ്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻസിൻ്റെ ഫോമും പിന്നെ അതിൻ്റെ മൊമെന്റുകളും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ടോപ്പിക്ക് ക്ലിയർ ആക്കി പോകണം. അപ്പോൾ ഇന്ന് 7 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യനും കൂടെ എന്ത് ചെയ്യുന്നതായിരിക്കും? ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ക്ലാസ്സോടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.